വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീൻ തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഇത് മുള്ളൊന്നും ഇല്ലാതെ നല്ല ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, മുള്ളില്ലാതെ എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള വേണം. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ തിരികെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് വേണം. ഞാൻ ഈ വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വലിയ എരിവില്ല, അതുകൊണ്ട് ഞാൻ 3 എണ്ണം ചേർക്കുന്നുണ്ട്. ഇതിനാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. വലിയ എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 1 2 എണ്ണം ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് മതി. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമീനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഉണക്കമീനിൽ നല്ല ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് നല്ലപോലെ അമർത്തി വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. ഇടയ്ക്ക് ഈ അടപ്പൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ അടിയിൽ പിടിച്ചു പോവും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതൊന്ന് അമർത്തി പൊത്തി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിനകത്ത് ചെറുതായിട്ട് മീനൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടും സവാളയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല നാടൻ രീതിയിലുള്ള ഒരു ഉണക്കമീൻ തോരനാണ്. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.